എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് വീക്കം റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ മൂൺ കാർഡ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, King of Cups, 10 of Wands, Queen of Wands, Ace of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മൂൺ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ അതായത് നാളെ മുതൽ നിങ്ങളുടെ ഇത് എന്ന് പറയാം, നിങ്ങളിത് കാണുന്ന സമയത്ത് കുറച്ചധികം നിങ്ങളുടെ ഇൻഫ്ലെക്സിബിലിറ്റീസ് അതായത് ചില കാര്യങ്ങൾ ഒരു സ്ഥിരത ഉണ്ടാവും, ചില കാര്യങ്ങൾ സ്ഥിരത ഉണ്ടാവുന്നില്ല. അതായത് ഏത് കാര്യത്തിലാണോ നിങ്ങൾ സ്ഥിരത ആഗ്രഹിക്കുന്നത് അതിൽ സ്ഥിരത ഉണ്ടാകുന്നില്ല. പക്ഷെ ഏത് കാര്യത്തിലാണോ അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നിടത്ത് അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തതയില്ലായ്മ, ക്ലാരിറ്റി കുറവ് പല കാര്യങ്ങളിലും കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയുക, ഏർണിങ്സ് ആണ്. നിങ്ങളെ സമ്പാദിക്കാനായിട്ട് സമ്പാദ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ചില ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് വരുന്നത് വ്യക്തത ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ശരിക്കും അക്യുറേറ്റ് ആയിരിക്കില്ല. അത് ആ ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല, ഒരു ഡീപ്പ് നോളജ് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ്. അത് പെട്ടെന്ന് അതിൽ ഇറിറ്റേറ്റഡ് ആവാതെ മുന്നോട്ടേക്ക് പോകുമ്പോൾ വ്യക്തത ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലായിരിക്കാം, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിലായിരിക്കാം, പ്രായമായിട്ടുള്ള ഓരോ കുട്ടികളുടെ കാര്യമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഭാവി എന്നുള്ളതാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലുള്ളൊരു മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഫെബ്രുവരി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു മാസം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയല്ല, എനിക്കിത് വ്യക്തത കൂടിയേ തീരൂ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാണ്, ഈ ഒരു സമയത്ത് തുടക്കത്തിൽ, ഈ ഒരു മാസത്തിൻ്റെ തുടക്ക സമയത്ത് നിങ്ങളത് എത്ര ശ്രമിച്ചാലും ആ ഒരു വ്യക്തതയിലേക്ക് എത്തുന്നില്ല. കാരണം ഇപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ മൂടിയിരിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ അത് മൂടിയിരിക്കുക എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ അതിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ശ്രമിക്കുന്നതോറും വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാസം പകുതിയൊക്കെ കഴിയുമ്പോൾ ഒരു 13-ാം തീയതിക്ക് ശേഷം എന്ന് പറയുകയാണെങ്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട് നിങ്ങൾ ശ്രമിക്കാതെ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ലോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ലോണിൻ്റെ അടുത്തിടയ്ക്കായിട്ട് ലോൺ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളോ പണമിടപാടത്തിൽ കുറച്ച് പുറകോട്ടേക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ലോണൊക്കെ കുടിശ്ശിക അടച്ചും പൂർണ്ണമായിട്ടും തീർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കൂടി ഒരു പരിധി വരെയുള്ള ലോണൊക്കെ അടച്ചു തീർക്കുന്നു. അതൊരു തൃപ്തിയാണ് നിങ്ങൾക്ക്. പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കൂടിയും ഒരു ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് നാളായിട്ട് കൊടുക്കാതിരുന്നെല്ലാം അടച്ചു തീർക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തൃപ്തി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തിരി സാധ്യതകൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിൽ കൂടി താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ, അവരുടെ അതായത് ജീവിത പങ്കാളി, അവരുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അവർ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യവുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ സാഹചര്യത്തിലുള്ളവരായിരിക്കില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ജീവിത പങ്കാളിയാണ് നിങ്ങൾക്കെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനനുസരിച്ചിട്ട് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചിന്താഗതിയിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെ രീതികൾ, പൈസ കൈകാര്യം ചെയ്യുന്ന രീതി, കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. കൾച്ചറലി ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വളർന്നു വന്ന അവരുടെ കുടുംബ അന്തരീക്ഷമായിരിക്കാം. അപ്പോൾ ഒപ്പീനിയൻസിൽ വ്യത്യാസം ഉണ്ടാവും, ചിന്താഗതികളിൽ വ്യത്യാസം ഉണ്ടാവും, അവർ പഠിച്ച് വളർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ.
അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ സൗഹൃദങ്ങൾ പണവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുക്കുകയോ ചോദിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഒരു വലിയ പ്രൊമോഷനോ സാധ്യത ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ പുറകോട്ടേക്കാണ്, നിങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പ്രൊമോഷൻ, ഹയർ പൊസിഷനിലേക്ക് പോകാവുന്ന സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഒരു ഇമോഷണലി നിങ്ങൾ മുന്നോട്ടേക്ക് എബിലിറ്റി ടു കണക്ട്, മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തിൽ മുന്നോട്ടേക്ക് പോകും തോറും വ്യക്തത ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആളുകളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. അതപ്പോൾ ഈ ഒരു മാസം ഒരു പകുതിയൊക്കെ കഴിഞ്ഞ് 18-ാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു മാറ്റം കാണിക്കുന്നത്. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ ശമ്പള വർധനവോ പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പൊതുവെ. അത് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഫോറിൻ ട്രാവൽ കാര്യങ്ങളൊക്കെ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ യാത്രകൾ എന്ന് പറയുന്നത് അതായത് ഫോറിൻ ട്രാവൽ കാണിക്കുന്നുണ്ട്, മാത്രമല്ല സ്പിരിച്വൽ ഇതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ അവരവരുടെ പുണ്യസ്ഥാനങ്ങളിലേക്കൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ പോലെയുള്ള ടെമ്പിൾസോ അതേപോലെ അല്ലെങ്കിൽ പള്ളികളുണ്ടാവും. ഇപ്പോൾ റോമിൽ പോകുന്ന ക്രിസ്ത്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മക്ക മദീന പോകുന്നവരുണ്ടാവും ഇപ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ളവർ. അപ്പോൾ അതേപോലെയുള്ള സ്ഥലങ്ങൾ, പുണ്യമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ ബുദ്ധിസ്റ്റ് ടെമ്പിളിലൊക്കെ പോകുന്ന സാഹചര്യവുമാവാം. സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് സൂചിപ്പിക്കാം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സർക്കിളിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, മറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. 10 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ യാത്ര നേരത്തെ പറഞ്ഞു ഓൾറെഡി സൂചിപ്പിക്കുന്ന കാര്യം വിദേശത്തേക്ക് പോകുന്ന എനർജി ഉണ്ട്. അപ്പോൾ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ആവാം. വിദേശത്ത് പോയിട്ട് വിദേശത്തേക്ക് സെറ്റിലാവുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്റ്റായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്, കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു എനർജി സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾ മറ്റു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഫാമിലി ആയിട്ടുള്ളൊരു കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. യാത്രകളൊക്കെ പോകുമ്പോൾ ഒത്തിരി ഹെവി ആയിട്ടുള്ളത് പോകാതിരിക്കുക, ലൈറ്റായിട്ട് ട്രാവൽ ചെയ്യാൻ നമ്മൾ പറയുമല്ലോ. എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പറക്കി പോകേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഒരു യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വീണ്ടും യാത്ര കാണുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിദേശ രാജ്യത്ത് താമസമാക്കാനുള്ള അവിടെ സ്ഥിരതാമസമാക്കാനുള്ള ചാൻസസ് ആണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത് ഇപ്പോഴുള്ള യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ക്യൂനോഫോൺസ് എനർജിയാണ്. പ്രായമായിട്ടുള്ളവർ അല്ലെങ്കിൽ വീട്ടമ്മമാർ ഒത്തിരി സമയം വീട്ടിൽ ചിലവഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീടുമായിട്ടുള്ളൊരു നല്ലൊരു കണക്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നു. വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു, പുറത്തുള്ളവരോട് സംസാരിക്കുന്നു, എന്തെങ്കിലും സൊസൈറ്റിയിൽ ഭാഗമാക്കാവുന്നു. അതായത് എന്തിനെങ്കിലുമൊക്കെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് ആഴ്ചയിലൊരിക്കൽ ഇന്നൊരു സ്ഥലത്ത് മീറ്റിങ്ങോ കാര്യങ്ങളോ അതിപ്പോൾ കോൺഫറൻസോ അതുപോലുള്ള നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ചില ആളുകൾ ഇമോഷണൽ വെൽബീങ്, നിങ്ങൾ കൗൺസിലർ, ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെയൊക്കെ കാണുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വെൽബീയിങ് നമ്മൾ പറഞ്ഞ മാനസികമായിട്ടുള്ള സന്തോഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നോക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ബിസിനസ് സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ സിറ്റുവേഷൻ, വൈറലാകുന്ന ഒരു എനർജി, ഓൺലൈൻ സിറ്റുവേഷൻ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ എന്തൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡോക്യുമെൻറ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓവറോൾ വെൽബീയിങ്, ഹെൽത്ത് വളരെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ആയുർവേദം എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്.
പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് അധികം സ്റ്റക്കായിരുന്നു അടുത്തിടയ്ക്ക്, അതിൽ നിന്ന് മുന്നോട്ടേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ സാമ്പത്തികമായിട്ട് നിങ്ങൾ കരകയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഫൈനലി നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.